എന്നും പുതുമയുമായെത്തുന്ന ലവ് ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിലെ പഠിതാക്കൾ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു. ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അർത്ഥവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഐഷ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ നൗറ. ഞങ്ങളിന്നിവിടെ പാരായണം ചെയ്യാൻ പോകുന്നത് വിശുദ്ധ ഖുർആനിലെ 21-ാം അധ്യായം സൂറ അംബിയ 329-ാം പേജ് 82-ാം ആയത്ത് മുതൽ 90 വരെയുള്ള ആയത്തുകളാണ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن الشياطين من يغوصون له ويعملون عملا دون ذلك وكنا لهم حافظين. അദ്ദേഹത്തിനു വേണ്ടി സമുദ്രത്തിൽ മുങ്ങുകയും അതല്ലാതെ മറ്റു ചില പ്രവൃത്തികൾ ചെയ്യുകയും ചെയ്യുന്നവരെ പിശാചുക്കളിൽ നിന്നും അദ്ദേഹത്തിനു നാം കീഴ്പ്പെടുത്തി. നാം അവരെ കാത്തു സൂക്ഷിക്കുന്നവരായിരുന്നു. وأيوب إذ نادى ربه أني مسني الضر وأنت أرحم الراحمين. അയ്യൂബിനെയും ഓർക്കുക, അതായത് എനിക്ക് കഷ്ടപ്പാട് ബാധിച്ചിരിക്കുന്നു, നീ കരുണ ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും കരുണ ചെയ്യുന്നവരുമത്രേ എന്ന് അദ്ദേഹം തന്റെ റബ്ബിനെ വിളിച്ച് പറയുകയും പ്രാർത്ഥിക്കുകയും ഉണ്ടായ സന്ദർഭം. فاستجبنا له فكشفنا ما به من ضر وآتيناه أهله ومثلهم معهم رحمة من عندنا وذكرى للعابدين. അപ്പോൾ അദ്ദേഹത്തിന് നാം ഉത്തരം നൽകി. അങ്ങനെ അദ്ദേഹത്തിന് കഷ്ടപ്പാടായിട്ടുള്ളത് എല്ലാം നാം അകറ്റിക്കളഞ്ഞു, സുഖപ്പെടുത്തി. നമ്മുടെ പക്കൽ നിന്നുള്ള ഒരു അനുഗ്രഹവും ആരാധന ചെയ്യുന്നവർക്ക് ഒരു സ്മരണയുമായി കൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടുകാരെയും അവരോടൊപ്പം അവരുടെ അത്രയും അദ്ദേഹത്തിന് നാം കൊടുക്കുകയും ചെയ്തു. وإسماعيل وإدريس وذا الكفل كل من الصابرين. ഇസ്മായിലിനെയും ഇദ്രീസിനെയും ദുൽകിഫ്ലിനെയും ഓരോരുത്തരും ക്ഷമാശീലരിൽപ്പെട്ടവരായിരുന്നു. وأدخلناهم في رحمتنا إنهم من الصالحين. അവരെ നാം നമ്മുടെ കാരുണ്യത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. നിശ്ചയമായും അവർ സത്പുരുത്തരിൽപ്പെട്ടവരാകുന്നു. وذا النون إذ ذهب مغاضبا فظن أن لن نقدر عليه فنادى في الظلمات أن لا إله إلا أنت سبحانك إني كنت من الظالمين. ദുന്നൂനിനെയും ഓർക്കുക, അതായത് അദ്ദേഹം കോപിഷ്ഠനായിക്കൊണ്ട് പോയ സന്ദർഭം. അപ്പോൾ നാം അദ്ദേഹത്തിന്റെ മേൽ നിശ്ചയമായും കുടുസാക്കുകയില്ലെന്ന് അദ്ദേഹം ധരിച്ചു. അങ്ങനെ അന്ധകാരങ്ങളിൽ വെച്ച് അദ്ദേഹം വിളിച്ചു പ്രാർത്ഥിച്ചു, റബ്ബേ, നീയല്ലാതെ ആരാധ്യനയില്ല, നീ എത്രയോ പരിശുദ്ധൻ, നിശ്ചയമായും ഞാൻ അക്രമങ്ങളിൽപ്പെട്ടവരായിരിക്കുന്നു എന്നും. فاستجبنا له ونجيناه من الغم وكذلك ننجي المؤمنين. അപ്പോൾ അദ്ദേഹത്തിന് നാം ഉത്തരം നൽകുകയും ആ ദുഃഖത്തിൽ നിന്നും അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. അപ്രകാരം തന്നെ സത്യവിശ്വാസികളെ നാം രക്ഷപ്പെടുത്തുന്നതാണ്. وزكريا إذ نادى ربه رب لا تذرني فردا وأنت خير الوارثين. സക്കരിയയെയും ഓർക്കുക, അതായത് രക്ഷിതാവേ, നീ എന്നെ പിന്തുടർച്ചക്കാരില്ലാതെ ഒറ്റയായി വിട്ടുകളയരുത്, നീ അനന്തരമെടുക്കുന്നവരിൽ ഉത്തമനായിട്ടുള്ളവനാണ് എന്ന് അദ്ദേഹം തന്റെ റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിച്ച സന്ദർഭം. فاستجبنا له ووهبنا له يحيى وأصلحنا له زوجه
إنهم كانوا يسارعون في الخيرات ويدعوننا رغبا ورهبا وكانوا لنا خاشعين. അപ്പോൾ അദ്ദേഹത്തിന് നാം ഉത്തരം നൽകി. യഹ്യായെ അദ്ദേഹത്തിന് നാം പ്രദാനം ചെയ്യുകയും തൻ്റെ ഭാര്യയെ തനിക്ക് നന്നാക്കി പ്രസവിക്കുമാറാക്കി കൊടുക്കുകയും ചെയ്തു. നിശ്ചയമായും അവർ എല്ലാവരും സൽക്കാര്യങ്ങളിൽ ബന്ധപ്പാട് കാണിക്കുകയും ആശിച്ചു പേടിച്ചുകൊണ്ട് നമ്മോട് പ്രാർത്ഥിക്കുകയും ചെയ്തു വന്നിരുന്നു. അവർ നമ്മോട് ഭക്തി കാണിക്കുന്നവരുമായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.